C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒരു ഹാർട്ട് പേഷ്യന്റ് എന്ന നിലയ്ക്കുള്ള പരിഗണന എനിക്ക് വേണ്ട, ആ സഹതാപവും വേണ്ട. പക്ഷേ ഒരു അച്ഛനെന്ന പരിഗണന ഉണ്ടായേ പറ്റൂ. ഞാനത് അർഹിക്കുന്നു. പറഞ്ഞു വരുന്നേ, വിവാഹത്തിന്റെ കാര്യമാണെങ്കിലേ പപ്പ അതെന്റെ ഭാവിയുടെ കാര്യമാണ്. പപ്പ എനിക്ക് ഡിസിഷൻ എടുത്തോടെ. ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ കൂടെ കൊണ്ടുപോകേണ്ട ബന്ധോ. ഒരു തർക്കത്തിന് ഞാനില്ല. എന്റെ അനുവാദമില്ലാതെ അപർണയെ നീ വിവാഹം കഴിച്ചാൽ പിന്നെ സൊണാലിയിൽ നിനക്ക് സ്ഥാനമുണ്ടാവില്ല. 1 രൂപയുടെ സ്വത്ത് പോലും നിനക്ക് ഇവിടുന്ന് കിട്ടില്ല. മനസ്സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കില്ല. ഞാനാ പറയുന്നത്. എന്റെ പപ്പയാണ് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈ ഭാഷ, ഈ നോട്ടം. പപ്പയ്ക്ക് എന്താ പറ്റിയേ? നമ്മൾ ഈ സംസാരിച്ചത് മറ്റാരും അറിയരുത്. മനസ്സിലായോ? പിന്നെ വിളിയുണ്ട് സാറേ. വിളിയോ? ആ, ഫോൺ വിളി. രഹസ്യമായിട്ട് ആരെയോ വിളിക്കുന്നുണ്ട്. രാവിലെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. മെഡിസിൻ കിട്ടിയോ? ഇന്നലെ മേടിച്ചു വെച്ചോ. ചേച്ചി ഇത് മുറിയിൽ വെച്ചേക്ക്. സാറിന് ചായ? ഇല്ല, വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരൂ? ദേഷ്യപ്പെടേണ്ടാണെങ്കിൽ ദേഷ്യപ്പെടും. സിദ്ധുവിന്റെ കല്യാണം വേണ്ടെന്ന് വെച്ചോ? ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു, അല്ലാതെ വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമില്ല. അല്ല, ഇതെങ്ങനെ നീ അറിഞ്ഞേ? ആരാ പറഞ്ഞേ? അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. സൊനാലി ബംഗ്ലാവ് പോലുള്ള വലിയ വീട്ടിലെ വിശേഷങ്ങള് നാട്ടുകാർക്കിടയിലെ സെൻസേഷൻ ന്യൂസ്. ആരാ ഫോൺ ചെയ്ത് ഇവിടെ എല്ലാ ന്യൂസും എത്തിക്കുന്നേ? ഞാൻ ആകെ 2 പേർക്കേ ഫോൺ ചെയ്യാറുള്ളൂ. ഒന്ന് സിദ്ധുവിന്. രണ്ടാമതാരാ? പപ്പാജി. ആരാ? ഡോക്ടർ പപ്പാജി. എന്റെ ഡോക്ടറാ, ഡോക്ടർ പത്മനാഭൻ. ഞാൻ പപ്പാജിന്ന് വിളിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടായിരിക്കുമല്ലോ കല്യാണം നീട്ടിവെച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ വിവാഹം നടത്തിയാലോ? ആവാല്ലേ? എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഞാൻ എപ്പോ ഈ വിഷയം ചോദിച്ചാലും സിദ്ധു ഒഴിഞ്ഞു മാറിപ്പോവും. എന്നാ എനിക്കൊരു ഉത്തരം തരുന്നത്? ഇതാര്? ഞാൻ മാത്രമേ ഉള്ളൂ. ആമി, വിരുന്നുകാരുണ്ട് ട്ടാ. നിക്കണോ പോണോന്ന് പണ്ടാരണ്ട് പറഞ്ഞ പോലെയാണ് പിള്ളേരുടെ കല്യാണക്കാര്യം. നടക്കോ ഇല്ലയോ? മമ്മിക്ക് എന്തിനും പുതുതായിട്ട് പറയാനുണ്ടോ? കാര്യങ്ങളെല്ലാം പ്രഭയ്ക്ക് അറിയാലോ. അല്ല, ഈ കല്യാണത്തിന്റെ കാര്യം അവിടെ നിക്കട്ടെ. എന്റെ ശരത്തുമോന്റെയും പൂജമോളുടെയും കല്യാണക്കാര്യോ? അതിലെന്തെങ്കിലും ഒരു നീക്കമൊക്കെ ഉണ്ടാവോ? പൂജമോള് ചെറിയ കുട്ടിയല്ലേ, പഠിച്ചോണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അല്ല, അവരുടെ കല്യാണത്തിന് പപ്പ ഓക്കെ പറഞ്ഞതല്ലേ. ഒരു മോതിരിട്ടിട്ട് നമുക്ക് ആ ബന്ധം ഉറപ്പിക്കാം. അത് ആലോചിക്കാം പ്രഭേ. ആദ്യം സിദ്ധുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ. ഇനിയിപ്പൊ എന്ത് തീരുമാനം ഉണ്ടാവാനാ? പൂജമോളുടെ പഠിത്തത്തിന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ശരത്ത് അവളെ അമേരിക്കയിലോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കും. അതിനുള്ള ഫുൾ ചെലവും ആ നോക്കിക്കോളും. അല്ല,
ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാൽ ഈ അപ്പൂവിനുള്ള ഷെയർ ആമി കൊടുക്കത്തില്ലേ? അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ജീവിക്കാലോ. ജീവിക്കൊക്കെ ചെയ്യാം, പക്ഷെ സംഗതി അതല്ല. സൊനാലിയിലെ മമ്മി അതിന്റെ ഇടയ്ക്ക് വേറൊരു പ്രസ്താവന നടത്തി. അതന്നെ. കല്യാണം കഴിഞ്ഞാ ഇവരെ രണ്ടുപേരെയും പുള്ളിക്കാരി അങ്ങ് നോക്കിക്കോളാന്ന്. എന്ന് വെച്ചാ എന്താ, പപ്പ വിലക്കിയാലും രണ്ടിനെ അവര് കൈവിടൂല. പക്ഷേ മമ്മിക്ക് സ്വന്തമായിട്ട് സ്വത്തോ സമ്പാദ്യമുള്ളതായിട്ട് എനിക്കറിയില്ല. ഒന്നുമില്ലെന്ന്. എടാ, അപ്പ അവരുടെ കണ്ണ് എന്തിലായിരിക്കും? പൂജമോളുടെ സ്വത്തില്. പിന്നല്ലാതെ എന്തുവാ? എടാ, അവക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിന്റെ ഒരു ഭാഗം എടുത്ത് വെളിച്ചപ്പാടിനെയും മരുമോളെയും തീറ്റി പോറ്റാനാണ് മമ്മിയുടെ തീരുമാനം. പൂജ പാവം കൊച്ചല്ലേ, അവളത് സമ്മതിക്കുകയും ചെയ്യും. അതൊന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ അവളെ പറഞ്ഞു വിലക്കും. പൂജ എപ്പോഴും ആ മമ്മിയുടെ കസ്റ്റഡിയിലല്ലേ മോനെ. കരഞ്ഞു കാണിച്ച് സങ്കടം പറഞ്ഞു പൂജയുടെ സ്വത്തിൽ അവര് കൈയിട്ട് വാരും. അതും കൊണ്ട് അപ്പൂനെയും സിദ്ധുവിനെ അവർ ഊട്ടുകയും ചെയ്യും. നഷ്ടം ആർക്കാ? നിനക്ക്. പൂജയുടെ സ്വത്ത് നിനക്ക് കിട്ടണമെങ്കിൽ നീയും അവളും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കണം. പക്ഷേ ഈ അപ്പൂവിനോടുള്ള കലിപ്പ് കാരണം ഈ പപ്പ മൊത്തത്തില് പൂജയെ ബ്ലോക്ക് ചെയ്തിരിക്കുവല്ലേ. ആ പെണ്ണാണ് സകലതിനും നാശകൂടാൻ. എന്റെ പൊന്നമ്മായി, ഈ പൂജനെ കൊണ്ട് ഒളിച്ചോടിയിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല. അതോടുകൂടി ഈ പറയുന്ന പപ്പ എന്റെ ബദ്ധ ശത്രുവായിട്ട് മാറും. പിന്നെ ഒരു കാലത്ത് ഒരു പൈസ പോലും അവിടെ നിന്ന് കിട്ടൂല. നമുക്കേ വഴിയൊന്ന് മാറ്റിപ്പിടിക്കാം. പപ്പയെ നൈസായിട്ടങ്ങ് കയ്യിലെടുക്കാം. പണ്ട് നമ്മളൊന്ന് ചെയ്തതാണല്ലോ ഇത്. അതത്ര എളുപ്പമല്ലടാ ശരത്തെ. കലി കേറിയ കോമരം പോലെ നിൽക്കുകയാണ് പുള്ളിക്കാരൻ. ഈ കോമരത്തിന്റെ കലിയടക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഈ പൂജയെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ മോഹിച്ച സ്വത്ത് എങ്ങനെയെങ്കിലും എന്റെ കൈക്കലാക്കണം. ഏത് മരുന്ന് എപ്പോ കഴിക്കേണ്ടതാണെന്ന് യാതൊരു നിശ്ചയമില്ല. എല്ലാം എടുത്തേക്കാം. ഇവ മെഡിസിൻ കഴിച്ചാലെന്ത്, കഴിച്ചില്ലെങ്കിൽ എന്ത്? പപ്പ പോവാൻ തീരുമാനിച്ചു തന്നെയാണോ? പിന്നെ ഞാൻ നേരം പോക്ക് പറഞ്ഞതാണോ? ശിവ വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും പപ്പ? ഇവിടെ നടന്നത് എന്താണോ അത് പറ. ഇപ്പൊ എങ്ങോട്ടാ പപ്പ പോകുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല. അന്വേഷിക്കാൻ ആരും വരേണ്ടത് ഭാവന എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കണം. പപ്പ എന്ന് തിരിച്ചു വരുന്നെങ്കിലും ഒന്ന് പറ. തിരിച്ചു വരാനുള്ള യാത്രയല്ലിത്. ഞാൻ അധികപ്പറ്റായിട്ടുള്ള വീട്ടിലേക്ക് ഇനി എന്തിനു വരണം? അങ്ങനെ സേതുപതി തോൽപ്പിക്കാൻ ആരും നോക്കണ്ട. ഞാൻ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കട്ടെ, അപ്പൊ അറിയാം എന്റെ വില. പപ്പ പോകണ്ട പപ്പ. വെറുതെ തടയാൻ നോക്കണ്ട, ഞാൻ കേക്കില്ല. പപ്പ ഇപ്പൊ ഇവിടുന്ന് പോകുന്നത് ബുദ്ധിയല്ല. പപ്പ പോയാ അത് മുതലെടുക്കുന്നത് അപർണയായിരിക്കും. കല്യാണം ഉടനെ നടത്താൻ വേണ്ടി അവൾ എന്തായാലും സിദ്ധുവിനെ നിർബന്ധിക്കും. അവൾ അവനെയും കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പുവിന് വേണ്ടി കാത്തിരിക്കാണല്ലോ മമ്മി ഇവിടെ. പുതിയ മരുമോള് കൂടി വന്നു കഴിഞ്ഞാ പിന്നെ മമ്മിയെ നോക്കണ്ട, അവരൊറ്റക്കെട്ടാവും. പയ്യെ പയ്യെ സൊണാലി ബംഗ്ലാവിലെ കാര്യങ്ങള് അപർണയുടെ നിയന്ത്രണത്തിലും ആവും. പിന്നെ പപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. പപ്പ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. പപ്പയൊന്ന് എഴുന്നേറ്റ് മാറുന്നത് നോക്കിയിരിക്കുന്ന പലരും ഉണ്ട് ആ കസേര കയറിയിരിക്കാൻ. വെറുതെ അവർക്കൊരു ചാൻസ് കൊടുക്കണോ? അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കണോ പപ്പ? പോവേണ്ടത് പപ്പയല്ല, പപ്പയുടെ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരെ. സംസാരിക്ക തന്നെ, ഇതൊരവസരമാണ്. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. പപ്പ, വിവാഹം മാറ്റിവെച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. സിദ്ധു അപ്പവും തമ്മിൽ കാണുന്നില്ലേ? ഓഫീസിലാണെങ്കിൽ എന്നും അവർ ഒരുമിച്ചുണ്ട്. MDയുടെ ക്യാബിൻ 2 പേരുടെ സ്വകാര്യ ലോകം.
രാവിലെ രണ്ടും കൂടി അതിനകത്ത് കയറി ഡോർ അടയ്ക്കും. സിദ്ധു ഓഫീസിലെ പിള്ളേരെയൊക്കെ വിറപ്പിച്ച് നിർത്തിയിരിക്കുക അവിടെ. മുന്നുവാണെങ്കിൽ ഇപ്പൊ ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. ഉലഹന്നാന് സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ ചാർജ് കൊടുത്തിരിക്കുക. മനപ്പുറം ഓഫീസിൽ നിന്ന് ഉലഹന്നാനെ അങ്ങോട്ട് ചാടിച്ചത്. പിന്നാരും പേടിക്കണ്ടല്ലോ. ചുരുക്കത്തിൽ സൊണാലി ഫാബിന്റെ ഓഫീസ് MD-യുടെയും ഫാഷൻ ഡിസൈനറുടെയും തോന്നിവാസങ്ങളുടെ സ്ഥലവാ. ആ ഇങ്ങനെ പോയാലേ ഓരോ ദിവസം കഴിയുന്തോറും അവര് വീണ്ടും വീണ്ടും അടുക്കേ ഉള്ളൂ. ഒരിക്കൽ അവനും അവളും ഒരുമിച്ച് താമസം തുടങ്ങിയതുമല്ലേ. ഇനി അത് സ്ഥിരതാമസം ആക്കില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പപ്പാ, അതുപോലെ അവര് രഹസ്യമായിട്ട് കല്യാണം കഴിക്കാനും സാഹചര്യമുണ്ട്. അവൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ പപ്പ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത്? സിദ്ധു മരിച്ചാലും അവൾ അവനെ വാശി കയറ്റിക്കൊണ്ടുപോയി കഴുത്തിൽ താലി കെട്ടിക്കും. പപ്പ ഫോളാവുകയും ചെയ്യും. അതിനെന്നെ കിട്ടില്ല. എങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ നമ്മുടെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കണം പപ്പ. എന്തെങ്കിലും ഒരു കാരണം കാണിക്കാതെ എങ്ങനെ ഒഴിവാക്കും? വെറുതെ പറഞ്ഞാലൊന്നും മാറി നിൽക്കുന്ന ടൈപ്പല്ല സിദ്ധു. MD അല്ലേ? MD-ക്ക് മുകളിലുള്ള ആളാ പപ്പ. സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാനുള്ള പവർ ഉണ്ട് പപ്പയ്ക്ക്. ഇത് ഞാൻ ഗൗരവത്തിലെടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. കല്യാണം കഴിച്ചില്ലെങ്കിലും അവർക്ക് അടുത്തിടപഴകാനുള്ള സൗകര്യം ഇപ്പോഴും ഉണ്ട്. അതില്ലാതാവണം, ഇല്ലാതാക്കണം. സത്യത്തില് പപ്പയ്ക്ക് പെട്ടെന്ന് അവരുടെ കല്യാണത്തിന് എതിർപ്പ് വന്ന എന്താ? അല്ല, അത് മാത്രം പറഞ്ഞില്ല. അറിയേണ്ടത് പറയും, അറിയേണ്ടതേ പറയൂ. മോള് വിളിച്ച പാടെ ഞാൻ വീടും പൂട്ടി അങ്ങ് ഇറങ്ങി. ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് പുറത്തൊന്നും പോവണ്ടെന്ന്. നമ്മുടെ അസുഖത്തെ കുറിച്ച് നമ്മളല്ലേ ഓർത്തിരിക്കേണ്ടത്. ഒരു രോഗിയാണെന്ന് ഓർക്കാതിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം ജീവിച്ച ആളല്ലേ ഞാൻ. പഴയ കാര്യങ്ങളൊന്നും ചോദിച്ചാ പറയില്ലല്ലോ. ആ തലകറങ്ങി വീണു സാറേ. ഇനി തനിച്ച് ഒരിടത്തും വിടരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ സിദ്ധു എനിക്കിങ്ങനെ വരുന്നത്. വിഷയമല്ല. ഞാൻ ക്യാൻറ്റീനിൽ ചെന്നേ ചായ ഉണ്ടോന്ന് നോക്കട്ടെ. എനിക്കിപ്പോ ചായ വേണ്ട ചേച്ചി. എനിക്ക് കുടിക്കാനാ. ഫിറ്റ്സ് വന്ന് വീണ എന്നെ ഇവിടെ എത്തിച്ചത് ആരാന്നറിയോ? ആരാ? അപർണ. സിദ്ധു ഏട്ടാ, വൈകിട്ട് പോകാൻ കേട്ടോ. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. വീട്ടിലൊരു ഡോക്ടർ ഉള്ളതിന്റെ ഫലമാ ഡോക്ടറെ ഞാനുള്ളത്. മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ, മെഡിസിൻ ഒക്കെ മേടിച്ചിട്ടുണ്ട്. കൗണ്ടറിൽ ബാക്കി ബില്ലും അടച്ചിട്ടുണ്ട്. അപ്പൊ ശരി, ടേക്ക് കെയർ. താങ്ക് യു ഡോക്ടർ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? സിദ്ധേട്ടാ, കുട്ടി ഇതിന്റെ വുഡ്ബിയാണ് കേട്ടോ. പറഞ്ഞു. ഇത്ര പെട്ടെന്ന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ശരി.
അപ്പു അതെ, ഞാൻ ഒരു വാക്ക് പറയാതല്ലേ ഇറങ്ങിയത്. അത് മോശമല്ലേ? ഒരു കാര്യം ചെയ്യും, നടന്നോ, ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം. ഞാൻ പോയിട്ട് ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും വണ്ടി കൊണ്ടുവരാം. വന്നില്ലെങ്കിലോ? ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പുവിനെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആ അപ്പു വാ പോവാം. സാറ് പോവാണോ? ശരിക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. സാറ് പോയിട്ട് വരണേ. അവരെന്താ അങ്ങനെ ചോദിച്ചത്? സുധേട്ടൻ പോയിട്ട് വരുമോന്ന്? എനിക്ക് തോന്നുന്നു ആ സ്ത്രീ ഒരു ലൂസ് സ്റ്റോക്കിന്റെ ആളാണോ. നമ്മള് ഹെൽപ്പ് ചെയ്തല്ലോ, അതുകൊണ്ട് ചിലപ്പോ പിന്നെയും വരുമെന്ന് ചോദിച്ചതായിരിക്കും. ആണോ? പിന്നെ അല്ലാതെ. ഭാവന പറഞ്ഞത് എത്ര ശരിയാണെന്ന് നേരിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഒടുവില് പപ്പ കൺവിൻസ്ഡ് ആയല്ലോ. എന്റെ പപ്പ ഇതെന്താ ഇത്രയ്ക്ക് സംസാരിക്കാനെന്ന് ആരെങ്കിലും ചോദിച്ചാ മറുപടി എന്താണെന്നറിയോ? MD സ്റ്റാഫും ആണ് പോലും. സൊണാലി ഫാബില് വേറെ എത്രയോ സ്റ്റാഫുകളുണ്ട്. അവരിൽ ഒരാളുമായിട്ട് പോലും MDക്ക് ഒന്നും ചർച്ച ചെയ്യാനില്ല. എന്നെ ഫാഷൻ ഡിസൈനറുമായിട്ട് ചർച്ച തുടങ്ങിയാലോ അതൊട്ട് തീരെയില്ല. ഓഫീസിൽ വെച്ച് എന്നും കാണുന്നവർക്ക് പുറത്തുപോയി നിന്ന് ഇത്രയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താ ഉള്ളത്? ആ പപ്പ പറ എന്താണെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, സിദ്ധു അപ്പുവും തമ്മില് വേർപിരിയാൻ പറ്റാത്തത്ര അടുത്തു കഴിഞ്ഞു. അതവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോ എനിക്കും മനസ്സിലായി. ഫെമിനിസ്റ്റ് ഒന്നും അല്ലെങ്കിലും ആണിനും പെണ്ണിനും തുല്യത കൊടുക്കണമെന്ന അഭിപ്രായമുള്ള കൂട്ടത്തിലാ ഈ ഞാൻ. ആരും ആരെക്കാളും താഴെയൊന്നും അല്ല എന്ന് കരുതി നമുക്ക് നമ്മുടേതായ ചില രീതികളൊക്കെ ഇല്ലേ, സംസ്കാരമില്ലേ? പപ്പ, സിദ്ധു ഒരു ചെറുപ്പക്കാരനാ, ബിസിനസ്മാനാ. അവന് അവന്റേതായ ലൈഫ് സ്റ്റൈൽ ഇല്ലേ? എന്നാ അപർണയോ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും കുറച്ച് കഴിവൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവളുടെ ഭാവം കണ്ടാലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനർ ആണെന്ന്. ഇനി ആണെങ്കിൽ തന്നെയോ അവരിങ്ങനെ സർക്കിട്ട് അടിച്ച് നടക്കാവോ? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവളിങ്ങനെ സിദ്ധുവിന്റെ കൂടെ കറങ്ങുക. എന്റെ പപ്പ അവൾക്ക് ഒരു നാണോ മാനോ ഇല്ല. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മമ്മിയുണ്ട്, ആമിയുണ്ട്. ആമിക്ക് ആ പെണ്ണ് രാജകുമാരി ആയിരിക്കും. നമ്മുടെ മമ്മിക്കോ എന്തിനാ അവളെ ഇങ്ങനെ തലേ കയറ്റി നടത്തുന്നത്? ഇനി അവളാവട്ടെ, കിട്ടിയ ചാൻസ് പരമാവധി മുതലെടുക്കാൻ നോക്കുക. പപ്പ, അവള് തന്ത്രശാലിയാ. സൊണാലി ഫാമിലി ജോലിക്ക് കയറിയത് തന്നെ സിദ്ധുവിനെ നോട്ടം ഇട്ടതുകൊണ്ടാ. ഇനി അവളോ ബാലുവിന്റെ കൂടെ കറങ്ങിയതിന്റെ ചൂട് ആ സമയത്ത് മാറിയിട്ട് പോലുമില്ല. എന്തായാലും സിദ്ധു അവളുടെ കൈപ്പിടിയിലായിട്ടുണ്ട്. പിന്നെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമമായി. അതിലും അവള് വിജയിച്ചു. എന്തായാലും മമ്മിയുടെ പ്രീതി പിടിച്ചു പറ്റിയില്ലേ? അപ്പൊ മോളേന്ന് വിളിക്കുമ്പോ മമ്മിയുടെ നാവില് തേനല്ലേ? അതിലെല്ലാം അവള് വിജയിച്ചു. അപ്പോഴെല്ലാം മുന്നറിയിപ്പ് തന്നതേ ഞാന് ശിവയോ. അതിവിടെ ആരും വകവെച്ചില്ല. മറിച്ച് ഞങ്ങൾക്ക് അവളോട് എന്തോ വിരോധം ഉള്ളതുകൊണ്ടാണെന്ന് കരുതി ഇവര്. അപർണ ലേറ്റ് ആണല്ലോ, എന്തു പറ്റി? പങ്ക്ച്വാലിറ്റിയുടെ ആളാണെന്ന് ഞാൻ അറിഞ്ഞ. ഓക്കെ, പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. 9:30 സീറ്റിലുണ്ടായിരിക്കണം. ശിവേട്ടനെന്താ ഇവിടെ? ഞാൻ പിന്നെ എവിടെ ഇരിക്കേണ്ടത്? സിദ്ധു അപർണയോടൊന്നും പറഞ്ഞില്ലേ?
ഇന്നു മുതൽ ഈ ഓഫീസിന്റെ MD ഞാനാ. പപ്പ സൊനാലി ഫാബിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുക. അപർണ അറിയിക്കണമെന്ന് ഞാൻ സിദ്ധുവിനോട് പറഞ്ഞാണല്ലോ. സ്വാഭാവികമായും ചില മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. പൂജയെ ചീഫ് ഫാഷൻ ഡിസൈനറാക്കി. അപർണയ്ക്കും അതേ പോസ്റ്റില് അവളോടൊപ്പം ജോലി ചെയ്യാം. ഐ മീൻ, അപർണയ്ക്കൊരു ഡീ പ്രൊമോഷൻ ഇല്ല എന്ന്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. തീരുമാനത്തിന് പിന്നിലെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അതനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തവരോട് ഞാൻ സംസാരിച്ചോളാം. ഓക്കെ സർ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പുതിയ MDക്ക് എല്ലാവിധ ആശംസകളും. എന്താ ഡൗട്ട് മാറിയോ? എന്തൊരു പരിഹാസിച്ചിരി. അല്ല ഏട്ടാ, ഒരിക്കലും ഒരു ന്യൂസ് കേട്ടാ എനിക്ക് ഓർമ്മ വരുന്നത്. ഈ സെക്രട്ടേറിയറ്റിൽ പണ്ട് കടന്നുകൂടിയ ഒരാൾ CMന്റെ ചെയറിൽ കയറി അങ്ങ് ഇരുന്നു. എന്നിട്ട് അയാൾ സ്വയം അനൗൺസ് ചെയ്തു അയാളാണ് മുഖ്യമന്ത്രിന്ന്. അയാളെ അപ്പൊ തന്നെ പിടികൂടി മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കി. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കേണ്ടത് പപ്പയാ. MDയുടെ ചെയറിൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞത് പപ്പയാ. പപ്പ പറഞ്ഞു, ഞാൻ കേട്ടു. പക്ഷെ പപ്പ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെനിക്കറിയേണ്ട ആവശ്യമില്ല. ശിവേട്ടനെ പപ്പ എന്തോ ഓഫീസിലെ ചുമതല ഏൽപ്പിച്ചെന്ന് പറയുന്നു. പക്ഷെ നിലവിൽ എനിക്കാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ആ ചെയർ ഒഴിഞ്ഞു തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്റെ പെർമിഷൻ ഇല്ലാതെ നീ MD കസേരയിൽ ഇരിക്കില്ലല്ലോ. പിന്നല്ലേ ഒഴിഞ്ഞു തരുന്ന കാര്യം. എന്താ ഞാൻ അവിടെ ഇരുന്ന് എന്നെ തടയോ? എന്നാ നീ ഇരുന്ന് നോക്ക്. എന്താ എന്താ ഇവിടെ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇരിക്കും, വർക്ക് നടക്കട്ടെ. എന്താ രണ്ടുപേരും തമ്മിലൊരു തർക്കം? അപ്പോ വെൽ പ്ലാൻഡ് ആണ്. കൃത്യസമയത്ത് പപ്പ എത്തി. എനിക്കറിയാമായിരുന്നു ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുമെന്ന്. അതാ ഞാൻ വന്നത്. അപർണ വന്നില്ലേ മോളെ? അതൊന്ന് ലീവാണോ? വന്നിട്ട് പിണങ്ങിപ്പോയി പപ്പ. നിനക്ക് പ്രൊമോഷൻ തന്നോണ്ടാണോ? ആ കുട്ടിക്കും ചീഫ് ഫാഷൻ ഡിസൈനറായി തുടരാമല്ലോ. ഒരു പോസ്റ്റിൽ രണ്ടുപേര് പാടില്ലെന്നുണ്ടോ? അത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ ശിവ? അതിനെ കേൾക്കാൻ നിന്ന് തരണ്ടേ? ഒരാളെ ഇൻസൾട്ട് ചെയ്തിട്ട് പിന്നെ അതിന് വിശദീകരണം കൊടുക്കുക. പിന്നെ ശിവേട്ടൻ സൊനാലിയുടെ പുതിയ MD ആണെന്ന് പറയുന്നു. ആ, അതിനെന്താ? അപ്പൊ ഞാനോ? ക്യാബിനിൽ നിനക്കൊരു സീറ്റ് ഉണ്ടാവും. അതെ, ആ സൗജന്യം എനിക്ക് വേണമെന്നില്ല. സിദ്ധു പിണങ്ങാതെ. ഇതെന്റെ മാത്രം തീരുമാനമല്ല. നമ്മുടെ ബിസിനസ് കുറച്ചു നാളായിട്ട് ഡള്ള. അപ്പോൾ സർവേ നടത്തി. ആ സർവേയുടെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയാം. MD പോസ്റ്റിലിരിക്കുന്ന സിദ്ധാർത്ഥ് നാരായണൻ ബിസിനസ്സിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.